ലെസ് ദൻ 10 മിനിറ്റ്സിൽ ഞാൻ ഈ കഴിക്കുന്ന കിട്ടലൻ ചിക്കൻ അച്ചാർ ഉണ്ടാക്കിയാലോ? ഇത്ര നാളത്തെ ഒരു സീക്രട്ട് ആയിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരായിട്ടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഈ അച്ചാറിന് നോർമൽ അച്ചാറല്ല കേട്ടോ, ഈ അച്ചാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 1 കിലോ ചിക്കൻ ഉണ്ട്. ഏറ്റവും സ്മോളസ്റ്റ് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സോൾട്ടും പെപ്പറും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ ഓയിൽ ചൂസ് ചെയ്യുമ്പം ജിഞ്ചലി ഓയിൽ, അതായത് നമ്മൾ നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചിക്കൻ ഫ്രൈ കേക്ക് എടുക്കുന്ന പോലത്തെ ഒരു പരുവല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി ഫ്രൈ ആവണം. ചിക്കൻ്റെ ഈ ഒരു പരുവാവണം, അതാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് പാകം. ഇനി ഇതാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ, എൻ്റെ അമ്മായി ഉണ്ടാക്കുന്ന പിക്കിൾ ഗ്രേവി. നമ്മൾ ഈ ഗ്രേവിയുടെ പാക്കറ്റ് പൊട്ടിച്ചു കഴിയുമ്പോഴേ ആ ഒരു ഏരിയ ഫുൾ അച്ചാറിൻ്റെ മണമായിരിക്കും. ഞാൻ വേറെ ഏതൊക്കെ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് പിക്കിൾസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ടേസ്റ്റിനെ മാച്ച് ചെയ്യാൻ ഒരൊറ്റ പിക്കിളിന് പോലും പറ്റിയിട്ടില്ല. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ അല്ല കേട്ടോ. ഞാൻ ഈ പിക്കിൾ ആർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എല്ലാവരും കളക്റ്റീവ്ലി ഇതേ ഒപ്പീനിയനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ എക്സസ് ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ പാക്കറ്റിലുള്ള ഗ്രേവി ഫുൾ ഇതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് ചെറിയ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ കൊത്തിയാവുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേവി ഒക്കെ നോക്കിയാൽ നല്ല തിക്ക് ഗ്രേവിയാണ്. ഈ ഒരു അച്ചാറിൽ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് സേഫ് ആയിട്ട് നമുക്ക് കഴിക്കാം. കുക്കിംഗ് ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്ക് പോലും അച്ചാർ അടിപൊളിയായിട്ടിടാൻ ഇപ്പോൾ മനസ്സിലായില്ല. ഇത് ഓൾവേസ് അവൈലബിൾ ആയിരിക്കില്ല, ഓർഡർ അനുസരിച്ച് ഫ്രഷ് ആയിട്ടാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ള ആൾക്കാരെ കോമെന്റ് ചെയ്താൽ മതി, ഞാൻ സെൻഡ് ഇറ്റ് ചെയ്യും.